കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. ലഹരിക്കെതിരെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൗണിൽ നൈറ്റ് പ്രതിരോധം സംഘടിപ്പിച്ചു. പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് തിരൂർക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും തകർക്കുന്ന ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പോലീസ് സംവിധാനങ്ങൾ ശക്തമായി രംഗത്തിറങ്ങണമെന്നും രാസലഹരിയുടെ വിൽപ്പനക്കാരെ പിടികൂടി കർശനമായി ശിക്ഷ നൽകണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് തിരൂർക്കാട് പറഞ്ഞു. ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാവരുത് എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൗണിൽ നടത്തിയ നൈറ്റ് പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. മാത്രമല്ല, ഇവിടെ മദ്യത്തിനെ കുറിച്ചുകൊണ്ട്, ലഹരി മാഫിയയെ കുറിച്ചുകൊണ്ട് ഇവിടെ ചർച്ചയാകുമ്പോൾ ആ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ വേണ്ടിക്കൊണ്ടായിരുന്നു കേരളത്തിന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും അതേപോലെ തന്നെയാകട്ടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അടക്കമുള്ളവരാകട്ടെ ഇവിടുത്തെ ബാറുകളെ കുറിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവുമാകട്ടെ നിയമസഭയിൽ ഇരുന്നു കൊണ്ടാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുമാകട്ടെ വാഗ്വാദങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. വെൽഫെയർ പാർട്ടിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുകയല്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ലഹരിയെ തടയുവാന്, ലഹരി മാഫിയയെ പിടിച്ചുകെട്ടുവാന് ക്രിയാത്മകമായി കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നട്ടെല്ലുള്ള ഒരു ഗവൺമെന്റ്, നട്ടെല്ലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി. പാർട്ടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആബിദ് അലി മാമ്പ്ര, FITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട്, പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ജോയിന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലിൽ, ഫ്രട്ടേണിറ്റി മണ്ഡലം സെക്രട്ടറി അഷ്ഫാഖ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റഹ്മത്തുള്ള അരങ്ങത്ത്, മൊയ്തീൻ KT, ഷാജിദ് വടക്കേതിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.